മലപ്പുറം ജില്ലയ്ക്കെതിരായ പ്രചാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെ സിപിഐഎം നേതാക്കളുടെ നയവും നിലപാടുമെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ. വിവാദമാകുന്നതുവരെ ദ ഹിന്ദു പത്രത്തിലെ ലേഖനം മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞില്ല. സിപിഐഎമ്മിന് ആവശ്യമുള്ളപ്പോൾ മലപ്പുറം വിരുദ്ധത പറയുകയും പിന്നീട് ആ സമയത്ത് പറഞ്ഞെന്ന് നിസ്സാരവൽക്കരിക്കുന്നതും അംഗീകരിക്കാൻ കഴിയില്ല. PV അൻവറിന്റേത് വാർത്തകളിൽ ഇടം പിടിക്കാനുള്ള ശ്രമം മാത്രമെന്നും ഷാഫി പറമ്പിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ബിനിൽ ലീല സാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ തരത്തിലുമുള്ള ആവേശത്തിലുമാണ്. ഇവിടെ UDFനെ നയിക്കാൻ UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട്. ഇപ്പോൾ ഒപ്പമുള്ളത് ഷാഫി പറമ്പിലാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെ പോകുന്നു പ്രചാരണം? ഗ്രൗണ്ടിൽ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ഇത് രാഷ്ട്രീയ പോരാട്ടമായി മാറിയിരിക്കുന്നു. വിവാദങ്ങൾ സൃഷ്ടിക്കാനും വാർത്തകൾ ഇടം പിടിക്കാനൊക്കെ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങൾക്കിടയിൽ അതൊന്നുമല്ല ചർച്ചയാവുന്നത്. ജനങ്ങൾക്കിടയിൽ അവരുടെ ജീവിതം ദുസ്സഹമാക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള വികാരമാണ് ചർച്ചയാവുന്നത്. ഈ തുടക്കത്തിൽ PV അൻവർ ഒരു ഫാക്ടറായിരുന്നു. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരു രാഷ്ട്രീയ മത്സരമായിട്ട് LDFും UDFും തമ്മിലുള്ള മത്സരമെന്നാണ് നേതാക്കളെല്ലാം പറയുന്നത്. അങ്ങനെ പൂർണ്ണ അർത്ഥത്തിൽ അങ്ങനെ മാറിയിട്ടുണ്ടോ? ഇപ്പോൾ അൻവർ ഉണ്ടോ? അത് നേതാക്കന്മാരുടെ പറച്ചിൽ മാത്രമല്ല, ജനങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇവിടെ ജനങ്ങളുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന ആളുകളെ പരാജയപ്പെടുത്താൻ ആർക്ക് വോട്ട് ചെയ്താലാണ് അതിന് കഴിയുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം, രാഷ്ട്രീയ ബോധം നിലമ്പൂരിലെ ജനങ്ങൾക്കുണ്ട്. ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ AC വേണുഗോപാലിൻ്റെ പ്രസ്താവനകളൊക്കെ വളച്ചൊടിച്ച് അതിനകത്തൊക്കെ ഇങ്ങനെ അലോസരപ്പെടുന്നതിൻ്റെ പേരിലാണ്, അസ്വസ്ഥമാവുന്നതിൻ്റെ പേരിലാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങോട്ട് വിളിച്ചു വരുത്തി നടത്തിയ ഇൻ്റർവ്യൂവിനകത്ത് കൊടുത്ത പരാമർശങ്ങൾ വിവാദമാവുന്നത് വരെ നീക്കം ചെയ്യാൻ പോലും ആവശ്യപ്പെടാതെ അവിടെ BJPയുടെ പ്രധാനപ്പെട്ട ഒരു യോഗം അവിടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ അവിടെ മറ്റു മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു ദിവസത്തെ പത്രത്തിൽ ഇംഗ്ലീഷിൽ തന്നെ അച്ചടിച്ച് വരണമെന്നുള്ള അവരുടെ വാശി, അത് നടപ്പിലാക്കി കഴിഞ്ഞത് കോൺട്രവേഴ്ഷ്യൽ ആയപ്പോഴാണ് തിരുത്തു പോലും വരുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം പുറത്തിറങ്ങി ആദ്യം ഇവർ കാണില്ലേ, സ്പോട്ടിൽ ഇവർ കാണില്ലേ, അപ്പം തന്നെ അത് പിൻവലിക്കാനുള്ള നടപടികൾ, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അറിവോടെ എല്ലാം കൊടുത്തെങ്കിൽ കൊടുക്കില്ലേ. അപ്പോൾ വിജയരാഘവനിൽ നിൽക്കുന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ നയവും നിലപാടുമാണ് അത് എന്നുള്ളത് കൊണ്ടാണ് അത് ചർച്ചയാവുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ചതിക്കെതിരെ കൂടെ പ്രസംഗിക്കുമ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഈ ജില്ലയിലെയും ജനങ്ങളോട് ആ ചതി കാണിച്ചതെന്നുള്ളത് തിരിച്ചു പറയാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കുണ്ടല്ലോ. ഒരു കാര്യം കൂടി, PV അൻവറിനെ കുറിച്ച് അദ്ദേഹത്തെ വാതിലടച്ചു കഴിഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെയും ഇന്നും ഒക്കെ പറഞ്ഞത്. പക്ഷേ ഇന്ന് PV അൻവർ പറയുന്നത് അടുത്ത ഭരണം കിട്ടുമ്പോൾ ആഭ്യന്തരവും വനവും നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മറുപടി അർഹിക്കുന്ന ആളുകൾക്ക് മറുപടി, അർഹിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി. ഇതിന് മറുപടിയില്ല. എന്തായാലും 100% വിജയത്തിൽ തന്നെയാണ് UDF നേതാക്കളെല്ലാം ഉള്ളത്. ഒപ്പം ചേർന്നത് ഷാഫി പറമ്പിലാണ്. വിപിൻ വെൺപകലിനൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, നിലമ്പൂർ.